പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മുഴുവൻ VHSE സ്കൂളുകളിലും 2020-21 അധ്യയന വർഷത്തിൽ NSQF കോഴ്സുകൾ തുടങ്ങിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് NSQF? രാജ്യത്തെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യ ശേഷി വികസിപ്പിക്കുന്നതിനും അവർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ ലഭിക്കാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകുന്നതിനും ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ NSQF. ഈ NSQF ഫ്രെയിംവർക്കിൽ 40 സെക്ടേഴ്സും 317ഓളം സബ് സെക്ടറുകളും ഉണ്ട്. അതിലെ ഒരു സബ് സെക്ടറാണ് ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അഥവാ OFE. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് പ്രകാരം ആകെ 10 ലെവലുകളുണ്ട്. +2 പഠനം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ലെവൽ 4 സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ നോക്കാം. ഇംഗ്ലീഷ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, വൊക്കേഷണൽ സബ്ജക്റ്റ് OFE, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെൻറ്റ്. നമുക്ക് നോൺ വൊക്കേഷണൽ വിഷയങ്ങളും പഠിക്കാനുണ്ടെങ്കിലും ഇത് ഒരു പുതിയ കോഴ്സായതുകൊണ്ട് വൊക്കേഷണൽ വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നത്. നമ്മളുടെ OFE കോഴ്സിൻ്റെ നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ്സ് അഥവാ NOS ആണ് ഇനി നമുക്ക് നോക്കാം. ഇത് എന്ന് പറയുന്നത് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട നൈപുണികൾ അഥവാ സ്കില്ലിനാണ് NOS എന്ന് പറയുന്നത്. ഈ 2 വർഷത്തെ പ്രോഗ്രാം പൂർത്തിയാകുമ്പോൾ നമ്മൾ കൈവരിക്കേണ്ട നൈപുണ്യങ്ങൾ താഴെ പറയുന്നവയാണ്. ചെക്ക് ഫോംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഫോർ കംപ്ലീറ്റ്നെസ് ആസ് പെർ നോംസ്. മാനദണ്ഡപ്രകാരമുള്ള ഫോമുകളും ആപ്ലിക്കേഷനും എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കുക. മാനേജിങ് റൂട്ടീൻ ഓഫീസ് ആക്ടിവിറ്റീസ്. ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാൻ ശീലിക്കുക. അതായത് ടൈപ്പിംഗ്, കോപ്പിംഗ്, പ്രിൻ്റ് ചെയ്യൽ, അതേപോലെ തന്നെ അക്കൗണ്ടിങ്, റെക്കോർഡ് കീപ്പിംഗ്, ഫയലിംഗ്, ഇങ്ങനെയുള്ള റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ ശീലിക്കുക. കോഓർഡിനേറ്റ് വിത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഏജൻസീസ് ടു കംപ്ലീറ്റ് ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ്. നമ്മളുടെ പ്രവർത്തന ആവശ്യകത പൂർത്തിയാക്കാനായി നമ്മൾ ആഭ്യന്തരവും ബാഹ്യവുമായ ഏജൻസികളെ സംയോജിപ്പിക്കുക. യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു സ്റ്റോർ, റിട്രീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ. വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും തിരിച്ചെടുക്കാനും കൈമാറാനുമായി കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ ശീലിക്കുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലയൻറ്റ്സ്, വിസിറ്റേഴ്സ് ആൻഡ് കൊളീഗ്സ് ഇഫക്റ്റീവ്ലി. നമ്മുടെ കക്ഷികളുമായിട്ടും സന്ദർശകരുമായിട്ടും അതേപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും നന്നായി കാര്യക്ഷമമായി ആശയവിനിമയം നടത്തുക. അപ്ലൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് വർക്ക് പ്ലേസ്. നമ്മുടെ ജോലിസ്ഥലത്തെ ആരോഗ്യവും അതേപോലെ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക. അപ്ലൈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസ് അറ്റ് വർക്ക് പ്ലേസ്. ജോലിസ്ഥലത്തെ പ്രൊഫഷണൽ പ്രാക്ടീസിൻ്റെ തത്വങ്ങൾ പാലിക്കുക. ഇനി നമ്മളുടെ കോഴ്സിൻ്റെ ഇവാലുവേഷനാണ് നമുക്ക് നോക്കാം. നമ്മളുടെ എല്ലാ വിഷയങ്ങളും ഇതേ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. TE ആണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി കിട്ടുന്ന മാർക്ക്. CE അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തി അധ്യാപകരിടുന്നു. പിന്നെ പ്രാക്ടിക്കൽ ഇവാലുവേഷനും ഉണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉണ്ട്. ഇതിൽ ഇംഗ്ലീഷ്, ED, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങൾക്ക് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ TE 80 മാർക്കായിരിക്കും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. ഇവയുടെ CE മാർക്ക് 20 മാർക്കും. എന്നാൽ അക്കൗണ്ടൻസി വിഷയത്തിന് ഫസ്റ്റ് ഇയറിൽ TE 60 മാർക്കും CE 20 മാർക്കും, അങ്ങനെ 80 മാർക്ക്. സെക്കൻഡ് ഇയറിലും TE 60 മാർക്കും CE 20 മാർക്കും, ഒപ്പം പ്രാക്ടിക്കലിന് 40 മാർക്കും, അങ്ങനെ 120 മാർക്ക്. അങ്ങനെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി അക്കൗണ്ടൻസിക്ക് 200 മാർക്കായിരിക്കും ഉണ്ടാവുക. ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ മാർക്ക് ഘടന നമുക്ക് പരിശോധിക്കാം. ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിന് തിയറി
ഇവാലുവേഷനും സ്കിൽ ഇവാലുവേഷനും ഉണ്ടാവും. തിയറി ഇവാലുവേഷന് 1 വർഷം 50 മാർക്കും സ്കിൽ ഇവാലുവേഷനും 50 മാർക്കായിരിക്കും. ഇതിൽ തിയറി ഇവാലുവേഷനിൽ 40 മാർക്ക് വൊക്കേഷണൽ സ്കില്ലും 10 മാർക്ക് എംപ്ലോയബിലിറ്റി സ്കില്ലും. അതായത് വൊക്കേഷണൽ സ്കില്ല് നമ്മൾ ഇപ്പോൾ പറഞ്ഞ NOS ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. എന്നാൽ എംപ്ലോയബിലിറ്റി സ്കില്ല് എല്ലാ വൊക്കേഷണൽ കോഴ്സുകളുടെയും എംപ്ലോയബിലിറ്റി സ്കില്ല് ഒരുപോലെയായിരിക്കും. അവ 5 എംപ്ലോയബിലിറ്റി സ്കില്ലാണ് സാധാരണ ഉണ്ടാകുക. എൻട്രപ്രണർഷിപ്പ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ, IT സ്കിൽ ആൻഡ് ഗ്രീൻ സ്കിൽ ഇങ്ങനെയാണ് എംപ്ലോയബിലിറ്റി സ്കില്ലിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇത് എല്ലാ വൊക്കേഷണൽ വിഷയങ്ങളുടെയും എംപ്ലോയബിലിറ്റി സ്കില്ല് സെയിം ആയിരിക്കും. ഇനി സ്കിൽ ഇവാലുവേഷൻ അതും 50 മാർക്ക്. ഈ സ്കിൽ ഇവാലുവേഷനിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് അല്ലെ ആൽബം അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണം. അതിന് നമ്മൾ പോർട്ട്ഫോളിയോ അഥവാ പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ എന്ന് പറയും. അതിന് 15 മാർക്ക്. ഹാൻഡ്സ് ഓൺ സ്കിൽ, നമ്മൾ കൈകളിലൂടെ കാണിക്കുന്ന സ്കില്ലുകൾ, അതായത് ടൈപ്പിങ്ങോ അങ്ങനെയുള്ള സ്കില്ലുകൾ, അതിന് 25 മാർക്ക്. വൈവയ്ക്ക് 10 മാർക്ക്. ഇങ്ങനെയും 50 മാർക്ക്. നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 50 മാർക്ക് വെച്ചായിരിക്കും സ്കിൽ ഇവാലുവേഷൻ ഉണ്ടാവുക. ഇതിൽ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പുറത്ത് മറ്റ് സ്കൂളുകളിലുള്ള അധ്യാപകർ വന്നായിരിക്കും നമ്മളുടെ പ്രാക്ടിക്കൽ വാലുവേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കിൽ ഇവാലുവേഷനിൽ 50% മാർക്ക് ലഭിച്ചാൽ മാത്രമേ കുട്ടി പാസ്സാവൂ. അതായത് 50 മാർക്കുണ്ടെങ്കിൽ 25 മാർക്ക് ലഭിച്ചിരിക്കണം. ഇനി നമ്മൾ NSQ ഓഫ് അസസ്മെൻറ്റ് ഓഫ് എ ജോബ് റോൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ്. അത് നമ്മുടെ കോഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് റോൾ. അതായത് അസസ്മെൻറ്റ് ഓഫ് OFE എന്ന് നമുക്കിടാം. ഇതെല്ലാം ഒരു ടൂർ ഗൈഡ് ആണെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് ടൂർ ഗൈഡ്, അതാണ് ജോബ് റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളുടെ ബാക്കി എല്ലാ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റുകളും വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ തിയറിയും നമ്മൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റാണ് എക്സാം നടത്തുക. എന്നാൽ സെക്കൻഡ് ഇയറിലെ പ്രാക്ടിക്കൽ നടത്തുക സെക്ടർ സ്കിൽ കൗൺസിലായിരിക്കും. സെക്കൻഡ് ഇയറിലെ സ്കിൽ ഇവാലുവേഷൻ നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിൽ ആയിരിക്കും. അവർ തരുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾക്ക് ഈ കോഴ്സ് പാസ്സായി കഴിയുമ്പോൾ സ്കില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലെവൽ 4 സർട്ടിഫിക്കറ്റ് കണ്ടാൽ അറിയാം. ലെവൽ 4 സർട്ടിഫിക്കറ്റ്. ഇതോടൊപ്പം നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പോകാവുന്ന കോഴ്സുകളാണ് പറയുന്നത്. +2ന് തുല്യമായതുകൊണ്ട് തന്നെ ഒരു +2 കഴിഞ്ഞ് പോകാവുന്ന എല്ലാ കോഴ്സുകൾക്കും ഇതിലും പോകാം. BCom, BBA, BBM, BCA, LLB, 5-year ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അഥവാ DCP, CA പ്രോഗ്രാം, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് അഥവാ തൊഴിൽ സാധ്യതകൾ. ഓഫീസ് എക്സിക്യൂട്ടീവ്, ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, വെർച്വൽ അസിസ്റ്റൻറ്റ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ. ഇവയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന തൊഴിലുകൾ. ഇത് നമുക്ക് നമ്മളുടെ ഇവാലുവേഷൻ വളരെ സ്ട്രിക്റ്റാണ്. സെക്ടർ സ്കിൽ കൗൺസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെയുള്ള ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയുള്ള പെർഫോമൻസ് കാണിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൊമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കോഴ്സാണ് സെയിൽസ് അസോസിയേറ്റ്. റീറ്റെയിൽ ഓപ്പറേഷൻസ് ഉപമേഖലയിൽ സ്റ്റോർ ഓപ്പറേഷൻസ് തൊഴിലിൽ വരുന്ന ഒരു ജോബ് റോളാണ് സെയിൽസ് അസോസിയേറ്റ്. ചില്ലറ വിൽപ്പനശാലകളിൽ ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തി സംശയങ്ങൾ ദൂരീകരിച്ച് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ സഹായിക്കലാണ് പ്രധാന ജോലി. ഉപഭോക്താക്കളുമായി നല്ല ആശയവിനിമയത്തിനുള്ള കഴിവും ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവും
ഈ ജോലിക്ക് ആവശ്യമാണ്. ഈ കോമ്പിനേഷനിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, വൊക്കേഷണൽ സബ്ജക്റ്റായ സെയിൽസ് അസോസിയേറ്റ്, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന പൊതു നൈപുണികൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്, ഓൺട്രപ്രണറിയൽ സ്കിൽസ്, അതുപോലെ തന്നെ ഗ്രീൻ സ്കിൽസ് എന്നിവയാണ്. ഉപരിപഠന സാധ്യതകൾ പോളിടെക്നിക് കോളേജുകൾ, ബികോം, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സുകൾ, ബാങ്കിംഗ് കോഴ്സുകൾ, BBM, ഹൗസ് കീപ്പിംഗ് കോഴ്സുകൾ, LLB, ഹോട്ടൽ മാനേജ്മെൻറ്റ്, BBA, BCA, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, CA, ICWA, CS, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, CFA പ്രോഗ്രാംസ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്നിവയാണ്. ടൂർ ഗൈഡ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ NSQF എന്ന ദേശീയ പാഠ്യപദ്ധതിയുടെ ലെവൽ 4 കോഴ്സാണ്. ഒരു രാജ്യത്തിൻ്റെ കൾച്ചറൽ അംബാസഡർമാർ എന്നാണ് ടൂർ ഗൈഡുകൾ അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അഥവാ പ്രതിനിധികളായിട്ടാണ് ടൂർ ഗൈഡുകളെ ടൂറിസ്റ്റുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ ഒരു നല്ല ഇമേജ് അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ടൂർ ഗൈഡുമാരുടെ ധർമ്മമാണ്. ആയതിനാൽ ടൂർ ഗൈഡുകൾ എന്ന് പറയുന്നവർ അതിനു വേണ്ട ക്വാളിറ്റീസ് ഉള്ളവരായിരിക്കണം. അതായത് വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പ്ലീസിങ് പേഴ്സണാലിറ്റി ഉള്ളവർ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് മാതൃഭാഷയിലാവട്ടെ മറ്റുള്ള ഭാഷകളിലാവട്ടെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു തുറന്ന മനസ്സ്, റിസർച്ച് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ഇതൊക്കെ ടൂർ ഗൈഡുകൾക്ക് അത്യാവശ്യമാണ്. VHSലെ ടൂർ ഗൈഡ് എന്ന കോഴ്സ് പഠിക്കുന്ന കുട്ടികളിൽ ഇത്തരം ക്വാളിറ്റീസ് അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. ടൂർ ഗൈഡ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് അഥവാ ED, വൊക്കേഷണൽ സബ്ജക്റ്റായ ടൂർ ഗൈഡ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എന്നീ നോൺ വൊക്കേഷണൽ കോഴ്സുകൾ, ഇവയാണ് നമ്മൾ ടൂർ ഗൈഡ് കോഴ്സിൽ പഠിക്കുന്നത്. ടൂർ ഗൈഡ് കോഴ്സിന് ശേഷം ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള വിവിധ ജോബ് റോളുകളിൽ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. ടൂർ മാനേജർമാരായിട്ടും ടൂർ ഗൈഡുമാരായിട്ടും ടൂർ ഓപ്പറേറ്റർമാരുടെ കൂടെയും അതുപോലെ എയർപോർട്ട്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇവരൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണിത്. ഇതോടെ +2 കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന 3 വർഷ ഡിഗ്രി കോഴ്സുകളായ ടൂറിസം, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, ഇംഗ്ലീഷ്, അതുപോലെ BBA ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് തുടങ്ങിയ BVOC തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്ക് ചേരാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്, പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന 1 മുതൽ 2 വർഷം വരെയുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളും IATA സർട്ടിഫൈഡ് കോഴ്സുകളും ഒക്കെ ഈ കോഴ്സിന് ശേഷം ചേരാവുന്നതാണ്. ടൂർ ഗൈഡുകളായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടൂർ ഗൈഡ് ലൈസൻസ് എടുക്കാനും ഇതൊരു യോഗ്യതയാണ്. താങ്ക് യു.